ഹലോ എവ്രി വൺ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അപ്രിയോറി അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്തത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്രിയോറി അൽഗോരിതം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് ഒരു ഡാറ്റാ സെറ്റിലുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്രിയോറി അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അസോസിയേഷൻ റൂൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അപ്രിയോറി അൽഗോരിതത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അതായത് അപ്രിയോറി അൽഗോരിതത്തിൽ നമ്മൾ കണ്ടായിരുന്നു, ഓരോ പ്രാവശ്യവും അവിടെ കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് C1, C2, C3 അങ്ങനെ ജനറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ കാൻഡിഡേറ്റ് ഐറ്റം സെറ്റിൽ നിന്നാണ് L1, L2, L3 ഒക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യവും ആ ഒരു എൻ്റയർ ഡാറ്റാബേസിനെ മെമ്മറിക്കകത്തോട്ട് ലോഡ് ചെയ്യണം. എന്നിട്ട് ആ ഫുൾ ഡാറ്റാ സെറ്റിനെ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് ഡാറ്റാ സെറ്റ് ചെറുതാണെങ്കിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഐറ്റം സെറ്റും കുറവായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാ സെറ്റ് വലുതാണെങ്കിൽ അത്രയും നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് പറയാം, ലാർജ് ഡാറ്റാ സെറ്റിന് അപ്രിയോറി അൽഗോരിതം എഫിഷ്യൻ്റ് അല്ല എന്ന് പറയാം. ബിക്കോസ് ടൈം കൺസ്യൂമിംഗ് ആണ്, ഹൈ കോസ്റ്റുമാണ്. സോ എങ്ങനെ നമുക്ക് അപ്രിയോറി അൽഗോരിതത്തിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം? അതിനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹാഷ് ബേസ്ഡ് ടെക്നിക്സ്, ട്രാൻസാക്ഷൻ റിഡക്ഷൻ, പാർട്ടീഷനിങ് മെത്തേഡ്, സാമ്പിളിംഗ്, ഡൈനാമിക് ഐറ്റം സെറ്റ് കൗണ്ടിങ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ടീഷനിങ് മെത്തേഡാണ്. സോ അപ്രിയോറി അൽഗോരിതത്തിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ് നമ്മൾ പറഞ്ഞത്? അതായത് ഓരോ പ്രാവശ്യം കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനും നമ്മൾ ആ ഒരു എൻ്റയർ ഡാറ്റാബേസ് സ്കാൻ ചെയ്യണം. അതായത് ആ ഒരു എൻ്റയർ ഡാറ്റാബേസ് ആദ്യം മെമ്മറിക്കകത്തോട്ട് ലോഡ് ചെയ്യണം. ലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ഡാറ്റാബേസിനെ സ്കാൻ ചെയ്യാൻ. എന്നാൽ പാർട്ടീഷനിങ് അൽഗോരിതത്തിൽ നമുക്ക് ആ ഒരു എൻ്റയർ ഡാറ്റാബേസ് മെമ്മറിക്കകത്തോട്ട് ലോഡ് ചെയ്യണ്ട. അതായത് ആ ഒരു എൻ്റയർ ഡാറ്റാ സെറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോരോ പാർട്ടീഷൻ ആക്കി മാറ്റും. That means partition algorithm was proposed when the large transaction DB cannot be accommodated in the memory. The partitioning technique doesn't require the entire DB to be in the memory. അതായത് പാർട്ടീഷനിങ് അൽഗോരിതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എൻ്റയർ ഡാറ്റാ സെറ്റ് മെമ്മറിക്കകത്തോട്ട് ലോഡ് ചെയ്യണ്ട. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ അൽഗോരിതം എന്ത് ചെയ്യും? ആ ഒരു ഡാറ്റാ സെറ്റിനെ ഡിവൈഡ് ചെയ്ത് ഓരോരോ പാർട്ടീഷനാക്കി മാറ്റും. എന്നിട്ട് ഓരോ പാർട്ടീഷനെ ആയിട്ട് നമ്മൾ മെമ്മറിക്കകത്തോട്ട് ലോഡ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റിനെ കണ്ടുപിടിക്കും. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഡാറ്റാ സെറ്റ്. ഈ ഡാറ്റാ സെറ്റിൽ 6 ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അപ്രിയോറി അൽഗോരിതത്തിൽ എന്താണ്? ഈ ഒരു എൻ്റയർ ഡാറ്റാ സെറ്റിനെയാണ് നമ്മൾ മെമ്മറിക്കകത്തോട്ട് ലോഡ് ചെയ്യുന്നത്. ഇനി പാർട്ടീഷനിങ് മെത്തേഡിൽ എന്ത് ചെയ്യും? ഈ ഒരു ഡാറ്റാ സെറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഈ ഒരു ഡാറ്റാ സെറ്റിനെ നമുക്ക് 3 പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് T1, T2 എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടീഷൻ, T3, T4 എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടീഷൻ, T5, T6 എന്ന് പറയുന്നത് തേർഡ് പാർട്ടീഷൻ. ഈ ഒരു എൻ്റയർ ഡാറ്റാ സെറ്റിന്റെ മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത് 20% എന്ന് തന്നിട്ടുണ്ട്. സോ സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നത്? അതായത് നമുക്കറിയാം, എക്സ് എന്ന് പറയുന്ന ഐറ്റത്തിന്റെ ഫ്രീക്വൻസി, ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 6 ഇൻറ്റു 100 ഈക്വൽ ടു 20% എന്ന് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് സപ്പോർട്ട് കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. മിനിമം സപ്പോർട്ട് 20% എന്ന് തന്നിട്ടുണ്ട്. അതായത് ഒരു ഐറ്റത്തിന്റെ സപ്പോർട്ട് കൗണ്ട് എക്സ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് കൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഇൻറ്റു 100. അതാണല്ലോ നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. 20% തന്നിട്ടുണ്ട്. സോ എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 1.2, അതായത് 2 എന്ന് വരും. മിനിമം സപ്പോർട്ട് 2 എന്ന് കിട്ടി. ഈ 2 എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ഡാറ്റാ സെറ്റിന്റെ സപ്പോർട്ട് കൗണ്ടാണ് 2 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് ഓരോ പാർട്ടീഷന്റെ സപ്പോർട്ട് കൗണ്ട് കണ്ടുപിടിക്കണം. അതായത് ഇതാണ് ഫസ്റ്റ് പാർട്ടീഷൻ, ഇത് സെക്കൻഡ് പാർട്ടീഷൻ, ഇത് തേർഡ് പാർട്ടീഷൻ. ഓരോ പാർട്ടീഷനിലും 2 ട്രാൻസാക്ഷൻ വീതമാണ് ഉള്ളത്. അപ്പോൾ ഓരോ പാർട്ടീഷന്റെയും സപ്പോർട്ട് കൗണ്ട് എത്രയെന്ന് കിട്ടും? സപ്പോർട്ട് കൗണ്ട് നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. എക്സ് ഡിവൈഡഡ് ബൈ
ഒരു പാർട്ടീഷനിൽ എത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്? 2. x/2 ഇൻറ്റു 100 ഈക്വൽ ടു 20 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് മിനിമം സപ്പോർട്ട് 20 ആണെന്ന് തന്നിട്ടുണ്ട്. സോ സപ്പോർട്ട് കൗണ്ട് എത്രയെന്ന് കിട്ടും? 20 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 0.4 എന്ന് വരും. 0.4 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് നമ്മുടെ എൻറ്റയർ ഡേറ്റ സെറ്റിന്റെ സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 2ഉം ഓരോ പാർട്ടീഷന്റെ സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 1 എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ T1 T2 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പാർട്ടീഷൻ. ഈ ഫസ്റ്റ് പാർട്ടീഷന്റെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. T1 T2ൽ ഏതൊക്കെ ഐറ്റം വരുന്നുണ്ട്? I1, I5, I2, I4 ഇത്ര ഐറ്റംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 1 ഐറ്റം സെറ്റ് ആദ്യം എഴുതി. അതായത് I1ന്റെ സപ്പോർട്ട് എത്രയാണ്? ഫ്രീക്വൻസി എത്രയാണ്? 1. അതായത് I1 എത്ര പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട്? T1 T2 എടുക്കുകയാണെങ്കിൽ I1 ഒരു പ്രാവശ്യമാണ് വരുന്നത്, I2ഉം ഒരു പ്രാവശ്യം, I5ഉം ഒരു പ്രാവശ്യം, I4ഉം ഒരു പ്രാവശ്യം. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. I1 ഈക്വൽ ടു 1, I2 ഈക്വൽ ടു 1, I4 ഈക്വൽ ടു 1, I5 ഈക്വൽ ടു 1. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2 ഐറ്റം സെറ്റ് കണ്ടുപിടിക്കണം. 2 ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ കോമ്പിനേഷൻസ് വരുന്നുണ്ട്? I1 I2, I1 I4, I5 I2, I5 I4 ഇത്രയും കോമ്പിനേഷൻസ് ആണ് വരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു മെയിൻ ഡേറ്റ സെറ്റിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും കോമ്പിനേഷൻസ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഏതൊക്കെ എഴുതിയാൽ മതി? I1ഉം I5ഉം 2 ഐറ്റം സെറ്റിൽ വരുന്നതാണ്. I2ഉം I4ഉം ഇത് രണ്ടും മാത്രം നമുക്ക് എഴുതിയാൽ മതി. അല്ലാത്തതെല്ലാം 0 ആയി പോകും. അപ്പൊ I1 I5 എന്ന് പറയുന്ന ഒരു പ്രാവശ്യം വരുന്നുണ്ട്, I2 I4 എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം വരുന്നുണ്ട്. ഇനി T1 T2ൽ 3 ഐറ്റം സെറ്റ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ബിക്കോസ് ഇവിടെ വരുന്നില്ലല്ലോ. 3 ഐറ്റം സെറ്റ് ഒന്നും ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ എഴുതണ്ട. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യും? T3 T4 എന്ന് പറയുന്ന പാർട്ടീഷൻ എടുക്കും. അതും ഇതേപോലെ കണ്ടുപിടിക്കും. അതിന്റെ ഐറ്റം സെറ്റ് കണ്ടുപിടിക്കും, ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. ഇനി T5ഉം T6ഉം നോക്കും. T5ഉം T6ഉം അതേപോലെ തന്നെ കണ്ടുപിടിക്കും. ഇവിടെ T5ഉം T6ഉം എടുക്കുമ്പോൾ 1 ഐറ്റം സെറ്റും ഉണ്ട്, 2 ഐറ്റം സെറ്റും ഉണ്ട്, 3 ഐറ്റം സെറ്റും വരുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ 1 ഐറ്റം സെറ്റ് എല്ലാം എഴുതി, അതെല്ലാം 1 എന്ന് കിട്ടി അതിന്റെ സപ്പോർട്ട് കൗണ്ട്. ഇനി 2 ഐറ്റം സെറ്റ് I2 I3 1, I2 I4 1 എന്ന് കിട്ടി, I3 I4 1 എന്ന് കിട്ടി. ഇനി 3 ഐറ്റം സെറ്റ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. അതായത് I2 I3 I4 അതും എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ ഈ ഫസ്റ്റ് സ്കാനിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്കാൻ. ഈ ഫസ്റ്റ് സ്കാനിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഓരോ പാർട്ടീഷൻ, ഫസ്റ്റ് പാർട്ടീഷൻ, സെക്കൻഡ് പാർട്ടീഷൻ, തേർഡ് പാർട്ടീഷൻ, ഓരോ പാർട്ടീഷന്റെയും ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഓരോ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെയും ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഓരോ പാർട്ടീഷന്റെയും ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ സപ്പോർട്ട് കൗണ്ട് നോക്കണം. ഇപ്പൊ നമ്മുടെ മിനിമം സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. സോ ഈ ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിന്റെ സപ്പോർട്ട് കൗണ്ടും മിനിമം സപ്പോർട്ട് കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യണം. ഈ മിനിമം സപ്പോർട്ട് കൗണ്ടിനേക്കാളും കുറവായിട്ട് വരികയാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. പക്ഷെ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിളിൽ മിനിമം സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. സോ 1നേക്കാളും കുറവായിട്ടുള്ള ഒരു നമ്പർ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ പാർട്ടീഷനിലുള്ള എല്ലാ ഫ്രീക്വന്റ് ഐറ്റം സെറ്റും വാലിഡ് ആണെന്ന് പറയാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്കാൻ. സെക്കൻഡ് സ്കാനിൽ നമുക്ക് ഈ ഓരോ പാർട്ടീഷനിലും കിട്ടിയ ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ എല്ലാത്തിനെയും കൺസിഡർ ചെയ്യണം. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടിയ ഓരോ ലോക്കൽ ഐറ്റം സെറ്റിന്റെയും ടോട്ടൽ കൗണ്ട് ആണ് ഈ ഒരു സെക്കൻഡ് സ്കാനിൽ എഴുതേണ്ടത്. അതായത് I1 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? പാർട്ടീഷൻ 1ൽ മാത്രമേ വരുന്നുള്ളൂ. സോ I1ന്റെ കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇനി I2 എന്ന് പറയുന്നത് പാർട്ടീഷൻ 1ൽ വരുന്നുണ്ട്, പാർട്ടീഷൻ 2ൽ വരുന്നുണ്ട്, പാർട്ടീഷൻ 3ൽ വരുന്നുണ്ട്. സോ അതിന്റെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ I2 I3 I4
എന്ന് പറയുന്ന എത്ര പ്രാവശ്യം വരുന്നുണ്ട്? പാർട്ടീഷൻ 1ലും വരുന്നില്ല, 2ലും വരുന്നില്ല, പാർട്ടീഷൻ 3ൽ മാത്രമേ വരുന്നുള്ളൂ. സോ അതിന്റെ കൗണ്ട് എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ടോട്ടൽ ഡേറ്റാ സെറ്റിന്റെ ആ ഒരു എൻറ്റയർ ഡേറ്റാ സെറ്റിന്റെ മിനിമം സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 2 ആണ്. അതായത് 2വിനേക്കാളും കുറവുള്ള എല്ലാ ഐറ്റം സെറ്റിനെയും നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അതായത് ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റം സെറ്റിനെയും നമ്മൾ ഇവിടെ നിന്നും റിമൂവ് ചെയ്ത് കളയും. ഇനി ബാക്കിയുള്ളതിനെ നമുക്കിവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അതായിരിക്കും നമ്മുടെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് പാർട്ടീഷനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? നമുക്കുള്ള ആ ഒരു എൻറ്റയർ ഡേറ്റാ സെറ്റിനെ നമ്മൾ ഓരോരോ പാർട്ടീഷൻ ആക്കി മാറ്റും. ഈ ഒരു ഡേറ്റാ സെറ്റിനെ 3 പാർട്ടീഷൻ ആക്കിയാണ് മാറ്റിയത്. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ പാർട്ടീഷനിലും ഉള്ള ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അതിന്റെ സപ്പോർട്ട് കൗണ്ട് കണ്ടുപിടിക്കും. ഈ ഓരോ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? സെക്കൻഡ് സ്കാനിൽ ഈ ഒരു ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ കൗണ്ട് ആയിരിക്കും ഈ ഒരു സെക്കൻഡ് സ്കാനിൽ നമ്മൾ എഴുതേണ്ടത്. സോ പാർട്ടീഷനിങ് അൽഗോരിതത്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. പാർട്ടീഷനിങ് അൽഗോരിതം എന്താ ചെയ്യുന്നത്? ദിസ് അൽഗോരിതം subdivides the transaction of D into n non-overlapping partitions. For each partition, all frequent items set within the partition are found called as local frequent item set. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു എൻറ്റയർ ഡേറ്റാ സെറ്റിനെ n നമ്പർ ഓഫ് പാർട്ടീഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ പാർട്ടീഷന്റെയും ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ കണ്ടുപിടിക്കും. ആ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം സെക്കൻഡ് സ്കാനിൽ എന്ത് ചെയ്യും? ആ ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഗ്ലോബൽ കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കും. അതിന്റെ അൽഗോരിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റാബേസിനെ n നോൺ ഓവർലാപ്പിംഗ് പാർട്ടീഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കും. ലോക്കൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റിൽ നിന്നും ഗ്ലോബൽ കാൻഡിഡേറ്റ് സെറ്റും കണ്ടുപിടിക്കും. സോ അതിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു എൻറ്റയർ ഡേറ്റാബേസ് ആണ് ഇത്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? പാർട്ടീഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാം എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ ഐറ്റം സെറ്റ്, അതിൽ നിന്നും ഗ്ലോബൽ കാൻഡിഡേറ്റ് സെറ്റ് കണ്ടുപിടിക്കും. അതിനുശേഷം ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റും നമ്മൾ ജനറേറ്റ് ചെയ്യും. സോ ഇതെല്ലാമാണ് പാർട്ടീഷനിങ് അൽഗോരിതത്തിൽ വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.